ഫ്രിഡ്ജിനുള്ളിലെ മഞ്ഞ് ലോകം. അടുക്കളയിലെ ആ ചെറിയ വെളിച്ചത്തിൽ ഇരുന്നപ്പോ ക്രോക്കൂനും ചുട്ടൂനും ഒരാഗ്രഹം. എപ്പോഴും ഈ തറയിൽ തന്നെ നടന്നാ മതിയോ? ആ വലിയ വെള്ളപ്പെട്ടിക്കുള്ളിൽ എന്താണെന്നൊന്ന് നോക്കണ്ടേ? അതെ, അതൊരു റെഫ്രിജറേറ്റർ ആയിരുന്നേ. ഒരു രാത്രി വീട്ടുകാര് റെഫ്രിജറേറ്റർ തുറന്ന് പാലെടുക്കാൻ വന്ന സമയം ക്രോക്കും ചുട്ടും പതുങ്ങി നിന്ന് അവസരം പാർത്തിരുന്നു. റെഫ്രിജറേറ്റർ അടയ്ക്കുന്നതിന് മുൻപ് സ്വീന്ന് ക്രോക്കു പറന്നു കയറി. ചുട്ടു ക്രോക്കുവിന്റെ കാലിൽ തൂങ്ങി പിടിച്ച് അകത്ത് കയറുകയും ചെയ്തു. വാതിലടഞ്ഞു. പെട്ടെന്ന് ചുറ്റും വെളിച്ചം വന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന തണുപ്പ്! ചുട്ടു പല്ലുകൾ കൂട്ടിയിടിച്ചോണ്ട് പറഞ്ഞു, തറയെല്ലാം ഐസ് പോലെ തണുത്തിരിക്കുന്നു. സൂക്ഷിക്കണം ചുട്ടു, ഇവിടെ നമ്മൾ പെട്ടുപോയ ഐസ് കട്ട പോലെയാവും. നമുക്ക് വേഗം എന്തെങ്കിലും കഴിച്ച് പുറത്തു കിടക്കാൻ വഴി നോക്കാം. ക്രോക്കു തന്റെ ആന്റിനകൾ ഇളക്കി ചുറ്റും നോക്കി. അവരിയ്ക്കുന്നത് പച്ചക്കറികൾ വെക്കുന്ന തട്ടിലായിരുന്നു. അവിടെ വലിയ തക്കാളിയും പച്ചമുളകുകളും മലകൾ പോലെ ഇരിക്കുന്നു. പെട്ടെന്ന് ചുട്ടൂനൊരു മണം കിട്ടി. മുകളിലെ തട്ടിൽ ഒരു പാത്രത്തിൽ പകുതി മുറിച്ച ആപ്പിൾ. രണ്ടുപേരും പതുക്കെ മുകളിലേക്ക് വലിഞ്ഞു കയറി. ആപ്പിളിന്റെ മധുരമുള്ള മണം അവരെ തണുപ്പ് മറക്കാൻ സഹായിച്ചു. അവർ ആപ്പിൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴാ ക്രോക്കു ആ കാഴ്ച കണ്ടത്. ചുട്ടു നോക്കൂ, ആ പാത്രത്തിന്റെ വശങ്ങളിൽ വലിയ വെള്ളത്തുള്ളികൾ ഉറച്ചു നിൽക്കുക. നമ്മളിവിടെ അധിക നേരം നിന്ന ആ ആപ്പിളിനോടൊപ്പം നമ്മളും ഉറച്ചു പോവൂട്ടോ. ക്രോക്കുവിന്റെ നിരീക്ഷണ ബുദ്ധിയെ ശരിയായിരുന്നു. റെഫ്രിജറേറ്ററിനുള്ളിലെ ഫാൻ കറങ്ങുന്ന ശബ്ദം കൂടുന്നു. തണുപ്പ് കൂടിക്കൂടി വരിക. അവർക്ക് ഉടനെ പുറത്തിറങ്ങണം. പക്ഷെ വാതിൽ അടഞ്ഞു കിടക്കല്ലേ. അപ്പോഴാണ് ഫ്രിഡ്ജിന്റെ ഒരു മൂലയില് ഒരു ചെറിയ ദ്വാരം ക്രോക്ക് കണ്ടത്. പക്ഷെ എങ്ങനെ പോകും? അപ്പോ രണ്ടുപേരും ആ ദ്വാരത്തിന് മുകളിലൂടെ തെന്നി നീങ്ങി പുറത്തേക്ക് കടന്നു. പുറത്തെത്തിയപ്പോ അടുക്കളയിലെ സാധാരണ ചൂട് അവർക്ക് വലിയ ആശ്വാസമായി തോന്നി. നമ്മള് രക്ഷപ്പെട്ടു, ചുട്ടു കിതച്ചോണ്ട് പറഞ്ഞു. ആ വെള്ളപ്പെട്ടി കാണാൻ നല്ല രസാണെങ്കിലും താമസ അപകടമാണല്ലേ ക്രോക്കു? അതേ ചുട്ടു, കാണാൻ ഭംഗിയുള്ള എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമാകണമെന്നില്ല, ക്രോക്കു പറഞ്ഞു. അന്ന് അവര് ഒരു കാര്യം തീരുമാനിച്ചു. സാഹസികതയാവാം, പക്ഷെ സൂക്ഷിക്കണം. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.